ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വർഷത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മാച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മലയാളികളുടെ അഭിമാനവും പ്രിയതാരവുമായ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് എന്ന ടീമിനെ ശക്തമായി നയിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്യും. സഞ്ജു സാംസനെ പറ്റി ആ ടീമിലെ പല കളിക്കാരും പല അഭിമുഖങ്ങളിലും പറയുന്നത്, ടീമിലെ ഓരോ കളിക്കാരെയും അടുത്തറിയുന്നവനും അവരുടെ കഴിവുകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നവനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു ക്യാപ്റ്റൻ കൂളായി എപ്പോഴും കൂടെ നിൽക്കുന്നവനും എന്നൊക്കെയാണ്. ഒരു ടീമിലെ കളിക്കാരെ അടുത്തറിയുന്നവനും അവരുടെ കൂടെ നിൽക്കുന്നവനുമാണ് ഒരു നല്ല ക്യാപ്റ്റനെങ്കിൽ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ക്യാപ്റ്റനും തൻ്റെ കൂടെയുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ നന്മയ്ക്ക് വേണ്ടിയും എന്നും പ്രവർത്തിക്കുന്നവനുമാണ് ഈശോ മിശിഹ. തിരുസഭയുടെ ക്യാപ്റ്റനായ ഈശോ മിശിഹ സഭയിലെ ഓരോ വ്യക്തികളുടെയും കൂടെ എന്നും വസിക്കാൻ ആഗ്രഹിക്കുന്നവനും അവരുടെ പ്രവർത്തനങ്ങൾക്ക് ബലമായിക്കൊണ്ട് കൂടെ വസിക്കുന്നവനുമാണെന്ന് ഈ ഞായറാഴ്ചത്തെ വായനകളിലൂടെ തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഞായറാഴ്ചത്തെ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങളാണ്. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം സ്വർഗത്തിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പായി അവൻ തൻ്റെ പ്രിയപ്പെട്ട 11 ശിഷ്യന്മാരെ മാത്രം വിളിച്ചുകൊണ്ട് ഗലീലയിലെ മലമുകളിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അവൻ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സർവ്വ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടും കേട്ടും പഠിച്ചതായിട്ടുള്ള പിതാവിൻ്റെ നല്ല സുവിശേഷം ലോകമെങ്ങും പോയി അറിയിക്കുകയും എല്ലാ ജനതകളെയും മാനസാന്തരപ്പെടുത്തിക്കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുകയും ചെയ്യുവൻ. എന്നിട്ട് ഈശോ അവർക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്, യുഗാന്ത്യം വരെ ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഈശോ മിശിഹായുടെ വലിയ ഉറപ്പാണ് ഓരോ ക്രൈസ്തവന്റെയും ജീവിതത്തിന്റെ അടിസ്ഥാനമായി നിലനിൽക്കുന്നത്. നമുക്ക് തായ്തണ്ടിനോട് ചേർന്ന് നിന്നാൽ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുമെന്ന് ഈശോ മിശിഹ തന്നെ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. തായ്തണ്ടിനോട് ചേർന്ന് നിന്നുകൊണ്ട് നല്ല ഫലങ്ങൾ നൽകുന്ന ശാഖകളായി മാറുവാനായിട്ട് ഈശോ ഈ ഞായറാഴ്ച നമ്മളെ ക്ഷണിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാനും അങ്ങനെ അറിയുന്ന ആ സ്നേഹം മറ്റുള്ള വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കുവാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ഈശോ മിശിഹായി നൽകിയ ഉറപ്പിൻ്റെ ബലത്തിലാണ്, ഈ വാക്കുകളുടെ പിൻബലത്തിലാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുവിശേഷം അറിയിക്കുവാനായിട്ട് ഈശോയുടെ ശിഷ്യന്മാർ പുറപ്പെട്ടു. ക്രിസ്തു അവർക്ക് നൽകിയ ഈ ഉറപ്പ് പാലിച്ചതുകൊണ്ടാണ് ആദിമ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ സമൂഹം അനുഭവിക്കേണ്ടി വന്ന ഓരോ പീഡകളിലും മത പീഡകളിലുമൊക്കെ തളരാതെ തിരുസഭയ്ക്ക് ക്രൈസ്തവർക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിച്ചു. യോഹന്നാൻ ശ്ലീഹ ഒഴികെ ബാക്കി എല്ലാ ശിഷ്യന്മാരും വധിക്കപ്പെട്ടപ്പോഴും അവരുടെ ശിഷ്യഗണങ്ങൾ വർദ്ധിച്ചു വന്നതിൻ്റെ കാരണം ഈശോ മിശിഹ സത്യമായതുകൊണ്ടും ആ സത്യത്തിന് സാക്ഷ്യം നൽകുന്നവരുടെ ജീവിതത്തിലെല്ലാം ക്രിസ്തു അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് അവർക്ക് സാക്ഷ്യമായി കൂടെ നിന്നതുകൊണ്ടുമാണ്. ആദിമ ക്രൈസ്തവ സഭയുടെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, റോമാ സാമ്രാജ്യത്തിന്റെ അതിക്രൂരമായ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നപ്പോൾ
വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കപ്പെട്ട് കൊല്ലപ്പെട്ടപ്പോഴും പച്ച ശരീരത്തില് എണ്ണയൊഴിച്ച് കത്തിച്ച് റോമാ തെരുവുകളിൽ നിർത്തിയപ്പോഴുമൊക്കെ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവർ പിടിച്ചു നിന്നതിൻ്റെ കാരണം ക്രിസ്തു സത്യദൈവത്തിൻ്റെ പുത്രനായതുകൊണ്ടും സത്യദൈവത്തിലൂടെ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുമെന്നുള്ള നമ്മുടെ അടിയുറച്ച വിശ്വാസമാണ്. സഭയുടെ 2000 വർഷത്തിലേറെ പാരമ്പര്യമുള്ള പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമാകുന്നത് ക്രിസ്തുവിൻ്റെ ആശയങ്ങളും അവൻ്റെ ആശയത്തിലൂന്നി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികളുടെ തീക്ഷ്ണമായ വിശ്വാസവും സ്നേഹവുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തളരാതെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് അവനുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം. 33 വർഷത്തെ ഈശോ മിശിഹായുടെ ജീവിതത്തിൽ 3 വർഷം മാത്രമാണ് അവൻ പരസ്യമായ ജീവിതം നയിച്ചത്. ആ പരസ്യ ജീവിതത്തിൽ ആ 3 വർഷത്തെ കാലയളവിൽ അവൻ പഠിപ്പിച്ചതും കാട്ടിത്തന്നതും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമായിരുന്നു. ആ 3 വർഷത്തെ പ്രവർത്തനങ്ങളാണ്, ആ പ്രവർത്തനങ്ങളുടെ ഫലങ്ങളാണ് 2000-ലേറെ വർഷങ്ങൾ ഈ ഭൂമിയിൽ സഭയ്ക്ക് നന്മ ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിച്ചു. സഭയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പല ആളുകളും പറഞ്ഞു, ഈ പ്രശ്നങ്ങളോടെ സഭ നിന്നുപോകും, ഇനി സഭയ്ക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ സഭയെ സ്ഥാപിച്ചത്, സഭയ്ക്കുള്ള അധികാരം നൽകിയത്, സഭയിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സഭയുടെ ശിരസായ ക്രിസ്തുവായതുകൊണ്ട്, ആ ക്രിസ്തു സത്യദൈവത്തിൻ്റെ ഏകപുത്രനായതുകൊണ്ട്, അവൻ്റെ ഭൗതിക ശരീരമായത് തിരുസഭയായതുകൊണ്ട് സഭയ്ക്ക് തകർച്ച കൂടാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. ക്രിസ്തുവിൻ്റെ വാക്കുകളും അവൻ്റെ പ്രവൃത്തികളുമാണ് സഭയുടെയും ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ യുഗാന്ത്യം വരെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുവാനായിട്ട് ക്രിസ്തു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് നമ്മെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ നമുക്ക് പ്രവർത്തിക്കാം. ക്രിസ്തു പഠിപ്പിച്ചത് ആരെയും കൊല്ലുവാനല്ല, ക്രിസ്തു പഠിപ്പിച്ചത് ആരെയും വെറുക്കുവാനോ ആരോടും ക്രൂരമായി പെരുമാറുവാനോ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ ഒന്നുമല്ല, മറിച്ച് എല്ലാവരെയും സ്നേഹിക്കുവാനാണ്. സർവോപരി ദൈവത്തെയും നമ്മുടെ സഹോദരങ്ങളെയും സ്നേഹിക്കുവാനായിട്ട് ക്രിസ്തു പറഞ്ഞു തരുന്നു. സ്നേഹത്തിൻ്റെ മാർഗത്തിലൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ക്രിസ്തു പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. 1-ാമത്തെ വായനയായ ജോഷുവയുടെ പുസ്തകത്തിൽ പിതാവായി ദൈവം ജോഷുവോട് പറയുന്നുണ്ട്, മൂശ മരിച്ചുവെങ്കിലും നൂനിൻ്റെ പുത്രനായ ജോഷുവായെ നീ ഇസ്രായേൽ ജനത്തിനെ നയിച്ചുകൊണ്ട് വാഗ്ദാന നാട്ടിലേക്ക് പ്രവേശിക്കുക. അവിടെ വെച്ച് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ്, മോശ നൽകിയിട്ടുള്ള നിയമങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കുവാനായിട്ട് പരിശ്രമിക്കണം. മോശയുടെ നിയമങ്ങൾ, അതായത് ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ, തിരുവചനമനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു തകർച്ചയും നേരിടാണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് പിതാവായ ദൈവം ജോഷുവയോട് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസമായ വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് അവൻ്റെ വാക്ക് കേട്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മളോട് കൂടെ എന്നും വസിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ശാന്തി സമാധാനം നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.